ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റീക്സ് വേൾഡ്. ഇന്നത്തെ എന്റെ വീഡിയോ കുറച്ച് കിച്ചൺ റിലേറ്റഡ് ടിപ്സ് ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യൂ. കറികളിൽ കടുക് താളിക്കുമ്പോൾ ഉടനെ ഇളക്കിയെടുക്കാതെ ഒരു മൂടി വെച്ച് അടച്ചു വെക്കുക. വിളമ്പുന്നതിന് തൊട്ടു മുമ്പ് മാത്രം മൂടി മാറ്റി ഇളക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്താൽ കറിക്ക് കൂടുതൽ രുചിയും മണവും ഉണ്ടാകും. കൂർക്ക വൃത്തിയാക്കി എടുക്കുമ്പോൾ കയ്യിൽ പറ്റുന്ന കറ പോകുവാൻ വേണ്ടി നാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ ഇരുമ്പം പുളിയുടെ നീരോ കയ്യിൽ പുരട്ടി കൊടുത്താൽ മതി. സാലഡ് ഏറെ നേരം ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി സാലഡ് വിളമ്പുന്ന പാത്രം റെഫ്രിജറേറ്ററിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. പരിപ്പ് വർഗ്ഗങ്ങൾ സൂക്ഷിക്കുമ്പോൾ പ്രാണികൾ കയറാതിരിക്കാൻ വേണ്ടി പരിപ്പൊന്ന് അടുപ്പത്ത് വെച്ച് ചെറുതായി ചൂടാക്കിയെടുക്കുക. തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. പാചകത്തിനും സെർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൺപാത്രങ്ങൾ ഒരിക്കലും സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കരുത്. സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുമ്പോൾ മൺപാത്രങ്ങളിലുള്ള സുഷിരങ്ങൾ സോപ്പിനെ വലിച്ചെടുക്കുകയും അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ അത് ഭക്ഷണത്തിൽ കലരുകയും ചെയ്യും. മൺപാത്രങ്ങൾ വൃത്തിയാക്കുവാൻ ആദ്യം ഭക്ഷണത്തിന്റെ പദാർത്ഥങ്ങളൊക്കെ വെള്ളമൊഴിച്ച് കഴുകിയതിനു ശേഷം ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് വൃത്തിയാക്കിയെടുത്താൽ മതി. വെജിറ്റബിൾസും മീറ്റും കട്ട് ചെയ്യുന്ന ബോർഡ് കൂടുതൽ നാൾ പുതുമയോടിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഓരോ പ്രാവശ്യം യൂസ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ മൈൽഡ് സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കുക. വുഡൻ ബോർഡ് ഒരിക്കലും സിങ്കിൽ കുതിർത്ത് വെക്കരുത്. ഡീപ് ക്ലീനിങ് ചെയ്യുന്നതിന് വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ കട്ടിംഗ് ബോർഡിന്റെ മുകളിൽ ഉപ്പ് വിതറി കൊടുത്തതിന് ശേഷം ഒരു പകുതി മുറിച്ച ചെറുനാരങ്ങ കൊണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുക. സർക്കുലർ മോഷനിൽ നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തുകൊണ്ടായിരിക്കണം റബ്ബ് ചെയ്തെടുക്കുവാൻ. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. വെള്ളം ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം തുടച്ച് ഉണങ്ങാൻ വെക്കുക. വുഡൻ ബോർഡ് നമ്മൾ കുറച്ചുനാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നിറം മങ്ങുകയും പാടുകൾ വീഴുകയും ഡ്രൈ ആയി വിണ്ടു കീറുകയും ഒക്കെ ചെയ്യും. കൂടുതൽ നാൾ പുതിയതുപോലെ ഇരിക്കുവാൻ വേണ്ടി മാസത്തിലൊരിക്കൽ ഒരു തിൻ ലെയർ എണ്ണ പുരട്ടിയെടുക്കണം. 4-5 മണിക്കൂർ എണ്ണ അബ്സോർബ് ചെയ്യാൻ അനുവദിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കട്ടിംഗ് ബോർഡിൽ മാത്രമല്ല, തടി കൊണ്ടുള്ള സ്പൂണ്, ചപ്പാത്തി പലക, കോലിലൊക്കെ ഇതുപോലെ മാസത്തിലൊരിക്കൽ എണ്ണ പുരട്ടി മോയ്സ്ചറൈസ് ചെയ്ത് കൊടുത്താൽ ഏറെ നാൾ പുതുമയോടിരിക്കും. കടയിൽ നിന്ന് കൂടുതൽ ചെറുനാരങ്ങ മേടിച്ച് സൂക്ഷിച്ചു വെക്കുമ്പോൾ കേടുവരികയോ ബ്രൗൺ ആയി നാരങ്ങയുടെ നീരിന് കയ്പ് വരികയോ ഒക്കെ ചെയ്യും. കൂടുതൽ നാൾ പ്രിസർവ് ചെയ്യുന്നതിനായി നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്ത് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത നാരങ്ങ നീര് ഐസ് ട്രേയിൽ ഒഴിച്ചു വെക്കുക. എന്നിട്ട് ഒരു ദിവസം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചെടുത്ത ലെമൺ ജ്യൂസ് ക്യൂബ്സ് ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്ലോ കവറിലോ ഇട്ട് സൂക്ഷിച്ചു വെച്ചാൽ വളരെ നാൾ കേടുകൂടാതെ ഇരിക്കും. ആവശ്യാനുസരണം വിഭവങ്ങൾക്കും ജ്യൂസിനും സാലഡ്സിനും ഒക്കെ ഉപയോഗിക്കാം. വെളുത്തുള്ളി എങ്ങനെ എളുപ്പത്തിൽ പൊളിച്ചെടുക്കാമെന്ന് നോക്കാം. വെളുത്തുള്ളി ഇങ്ങനെ കമിഴ്ത്തി വെച്ചതിന് ശേഷം ഒരു കത്തി വെച്ച് അമർത്തി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ തന്നെ അല്ലികൾ അടർത്തി മാറ്റാൻ പറ്റുകയും ചില അല്ലികളുടെ തൊലി മാറിക്കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇതെല്ലാം ഒരു ബൗളിൽ ചെറിയ ചൂട് വെള്ളം എടുത്തതിന് ശേഷം ഇട്ടുവെക്കുക. 15-20 മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം കൈവച്ച് ഞെരടിയെടുക്കുക. പകുതിയോളം അല്ലികൾ തൊലി മാറിക്കിട്ടും. കുതിർന്നിരിക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള വെളുത്തുള്ളിയുടെ തൊലി കൈവച്ച് എളുപ്പത്തിൽ ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. സവാള മുറിക്കുമ്പോൾ കണ്ണ് നീറാതിരിക്കുവാൻ വേണ്ടി സവാളയുടെ 2 അറ്റവും മുറിച്ച് തൊലി പൊളിച്ച് കളഞ്ഞതിന് ശേഷം 15-20 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം സവാള മുറിച്ചെടുത്താൽ കണ്ണ് നീറുകയില്ല. ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഉപയോഗിക്കുമ്പോൾ ഈർപ്പം കയറി കട്ട പിടിക്കാറുണ്ട്. ഇങ്ങനെ കട്ട പിടിക്കാതിരിക്കാനായി കോഫി പൗഡർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം. അല്ലെങ്കിൽ കുറച്ച് അരി കിഴി കെട്ടി കോഫി പൗഡറിന്റെ കണ്ടെയ്നർ ഇട്ട് വെച്ചാൽ മതി. ഇനി അഥവാ കട്ട പിടിച്ചാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കട്ട അലിയിച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാം. മീനുകളുടെ ഉളുമ്പ് മണം പോകുന്നതിന് വേണ്ടി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ചെറുനാരങ്ങ നീരൊഴിച്ച് വെള്ളത്തിൽ മുക്കിയെടുത്താൽ മതി. ചില ചേനയും ചേമ്പും ഒക്കെ അരിയുമ്പോൾ നമ്മുടെ കൈ ചൊറിയാറുണ്ട്. കുറച്ച് എണ്ണ കൈകളിൽ പുരട്ടിയെടുത്തതിന് ശേഷം ചേനയും ചേമ്പും അരിഞ്ഞെടുത്താൽ കൈ ചൊറിയുകയില്ല. പ്രഷർ കുക്കറിന്റെ സീലിംഗ് റിംഗ് ലൂസായി സ്റ്റീം സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ സീലിംഗ് റിംഗ് 30 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്താൽ ടൈറ്റ് ആയി കിട്ടും.
നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം തൊണ്ട് കളയാതെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചു വെക്കുക. ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഫൗൾ സ്മെൽ ഉണ്ടെങ്കിൽ പോകുവാൻ സഹായിക്കും. കൂടാതെ പാത്രങ്ങളിലെ കറ കളയാനും തിളക്കിയെടുക്കാനും നല്ലതാണ്. ഇവിടെ ഈ പ്രഷർ കുക്കറിൽ കുറച്ച് കറയായിട്ടുണ്ട്. ഇത് ഈ നാരങ്ങയുടെ തൊണ്ട് ഉപയോഗിച്ച് എങ്ങനെ കളയാമെന്ന് നോക്കാം. പ്രഷർ കുക്കറിൽ കറ മുങ്ങുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നാരങ്ങയുടെ തൊണ്ട് ഇട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. തണുത്തതിന് ശേഷം സോപ്പ് ഉപയോഗിച്ച് കഴുകിയെടുത്താൽ കറയെല്ലാം മാറി പാത്രം തിളങ്ങി കിട്ടും. ഗോതമ്പ് മാവ് കൂടുതൽ മേടിച്ച് സ്റ്റോർ ചെയ്യുമ്പോൾ പ്രാണികൾ കയറാതെ ഫ്രഷ് ആയിരിക്കാൻ വേണ്ടി ബേ ലീഫ് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു സ്പൂൺ ഉപയോഗിച്ച് മാവ് മാറ്റിയതിന് ശേഷം ബേ ലീഫ് ഇട്ട് മൂടി വെച്ചാൽ പ്രാണികളൊന്നും വരാതെ കൂടുതൽ നാള് ആട്ട ഫ്രഷ് ആയിരിക്കും. ഈ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിച്ചൺ ടിപ്സിന്റെ പാർട്ട് 1 വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട.